വീട്ടിൽ സന്ധ്യാദീപം തെളിയിക്കുന്നവരാണ് നമ്മളെല്ലാം. പക്ഷെ നാം സന്ധ്യാദീപം തെളിയിക്കുന്നത് ശരിയായ രീതിയിലാണ്. എത്ര തിരിയിടണമെന്നോ ഏത് സമയത്ത് ദീപം തെളിയിക്കണമെന്നോ ഏത് സമയത്ത് ദീപം കെടുത്തണമെന്നോ പലർക്കും ധാരണയില്ല എന്നതാണ് സത്യം. സന്ധ്യാദീപം കൊളുത്തേണ്ടത് സൂര്യാസ്തമനത്തിന് മുൻപാണ്. അതായത് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഏകദേശം 5:40 മുതൽ 6 മണി വരെയുള്ള സമയമാണിത്. ഈ സമയത്ത് തന്നെ കഴിവതും സന്ധ്യാദീപം തെളിയിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ അസ്തമനത്തിന് ശേഷം നിലവിളക്ക് കെടുത്തി വയ്ക്കാവുന്നതാണ്. 6:30 ആകുമ്പോഴേക്കും അസ്തമനം പൂർണ്ണമാവുകയും ഈ സമയത്ത് തന്നെ തിരി കെടുത്തുകയും ചെയ്യുക. പലരും വിളക്ക് കൊളുത്തുന്നത് തന്നെ 6:30 എന്നതാണ് വാസ്തവം. തിരി കെടുത്തേണ്ടത് 7 മണിക്കോ 7:30 8 മണിക്കോ ഒക്കെ ആയാലും പ്രശ്നമില്ല. പക്ഷേ സന്ധ്യാദീപം തെളിയിക്കുന്നത് 6 മണിക്ക് മുന്നേ ആകുന്നതാണ് ഉത്തമം. നിലവിളക്ക് കൊളുത്തുമ്പോൾ നിലവിളക്ക് ഒരു കാരണവശാലും നിലത്ത് വെച്ച് കത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു തട്ടത്തിലോ താലത്തിലോ വെച്ച് മാത്രം സന്ധ്യാദീപം തെളിയിക്കുക. താലവും തട്ടവും കിട്ടുന്നില്ല എങ്കിൽ ഒരു വാഴയുടെ നാക്കില വെട്ടി അതിൽ വെച്ച് ദീപം തെളിയിക്കാൻ ശ്രമിക്കുക. നിലവിളക്കിൽ തിരിയിടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പലരും 2 തിരി വേണോ 1 മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. മനസ്സിലാക്കേണ്ട കാര്യം, നിലവിളക്കിൽ എത്ര തിരിയിടുന്നു എന്നതിന് ശാസ്ത്രമനുസരിച്ച് പ്രാധാന്യമുള്ള കാര്യമല്ല, എത്ര നാളങ്ങൾ തെളിയിക്കുന്നു എന്നതാണ് ഇവിടെ പ്രമുഖമായ കാര്യം. ശാസ്ത്രം പറയുന്നതനുസരിച്ച് 1 നാളം തെളിയിക്കുന്നത് മഹാവ്യാധിയെയും, 2 നാളം തെളിയിക്കുന്നത് ശുഭകരമായ അവസ്ഥയും, 3 നാളം തെളിയിക്കുന്നത് സ്വസ്ഥതക്കുറവിനെയും, 4 നാളം കത്തിക്കുന്നത് ദാരിദ്ര്യത്തെയും, 5 തിരികൾ ശോഭനമായ അവസ്ഥയുമാണ് കാണിക്കുന്നത്. അതായത് 2 നാളം അല്ലെങ്കിൽ 5 നാളമാണ് വിളക്കിൽ തെളിയിക്കേണ്ടത്. 5 നാളം കൊളുത്തുന്നതിനെ ഭദ്രദീപം എന്നാണ് പറയുന്നത്. 2 നാളം തെളിയിക്കുന്നവർ 1 നാളം സൂര്യൻ അഭിമുഖമായി കിഴക്കോട്ടും മറ്റേത് പടിഞ്ഞാറോട്ടും തെളിയിക്കുക. 5 നാളം തെളിയിക്കുന്നവർ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകൾ വേണം നാളം തെളിയിക്കാൻ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് ഈ എന്ന ക്രമത്തിൽ തന്നെ നാളങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുക. പരദേവതകൾ കുടികൊള്ളുന്ന ഈശാനകോണായ വടക്ക് കിഴക്കേ മൂലയാണ് 5ാമത്തെ ദിശയായി ഇവിടെ അനുവർത്തിക്കുന്നത്. ചിലരൊക്കെ 5 തിരിയിട്ട് ദീപം തെളിയിക്കുമ്പോൾ തുല്യ അകലത്തിൽ 5 നാളങ്ങളും വരുന്ന രീതിയിൽ നിലവിളക്ക് ക്രമീകരിച്ച് വയ്ക്കും. ഇത് തെറ്റായ രീതിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 5ാമത്തെ നാളം കിഴക്ക് ദിക്കിനും വടക്ക് ദിക്കിനും ഇടയിൽ വരുന്നതിനാൽ തന്നെ കുറച്ച് ചേർന്നായിരിക്കും നിൽക്കുന്നത്. ഭംഗിക്ക് വേണ്ടി തുല്യ അകലം പാലിച്ച് നാളം തെളിയിക്കുന്നവരുണ്ട്. ഇത് ശരിയായൊരു രീതിയല്ല. വീടുകളിൽ 5 നാളം ദിനവും തെളിയിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ 2 നാളം കൊളുത്തുക. 1, 3, 4 നാളങ്ങൾ ഒരിക്കലും കൊളുത്തരുത്. മറ്റു ചിലർക്കുള്ള സംശയം, തിരി 2 എണ്ണം ചേർത്ത് വെച്ച്, അതായത് ഒരു തൊഴുകയുടെ ആകൃതിയിൽ ചേർത്ത് വെച്ച് നാളം തെളിയിക്കണോ, അതോ ഒരു തിരി മാത്രം കത്തിച്ചാൽ മതി? നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രത്തിൽ തിരിയുടെ എണ്ണത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. എത്ര നാളം എന്നുള്ളതാണ് പ്രാധാന്യം. ഒരു നാളം തെളിയിക്കുവാൻ നിങ്ങൾക്ക് 1 തിരി മാത്രമോ 2 തിരിയോ 3 തിരിയോ എത്ര വേണമെങ്കിലും എടുക്കാം. സന്ധ്യാദീപം കെടുത്തുന്ന സമയത്ത് കൈ വീശി അണയ്ക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യം അതല്ല എന്നതാണ് സത്യം. തമിഴ്നാട്ടിലും കർണാടകത്തിലും എല്ലാം ശരിയായ രീതിയായി ഈ കൈവീശി അണയ്ക്കൽ തന്നെയാണ്. ഇവിടെ ഒരു പൂവോ ചന്ദനത്തിരിയുടെ അറ്റമോ കൈകൊണ്ടോ തിരി നിലവിളക്കിലെ എണ്ണയിലേക്ക് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. രണ്ടായാലും ശുഭകരമാണ്. തനിയെ കെടാൻ അനുവദിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. കരിന്തിരി കത്തുന്നത് നമ്മുടെ വീട്ടിലെ മൊത്തത്തിലുള്ള അവസ്ഥയെ വളരെ മോശമായി ബാധിക്കും. ദീപം തെളിയിക്കാൻ ഏറ്റവും ഉത്തമം നെയ്യാണ്. നെയ്യൊഴിച്ച് കത്തിക്കാൻ പറ്റാത്തവർ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. ചില ചടങ്ങുകൾക്കൊക്കെ വിളക്ക് തെളിയിക്കാനുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് തിരി തെളിയിക്കാറുണ്ട്. വളരെ തെറ്റായൊരു പ്രവണതയാണ്. ഓരോന്നും ചെയ്യുന്നതിന് ഇതിൻ്റെതായ പ്രമാണമുണ്ട്. അതനുസരിച്ച് മാത്രം ചെയ്യുക. അത് വീടുകളിലായാലും ചടങ്ങുകളിലായാലും. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. നന്ദി.